വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ജൂൾ ഹീറ്റിംഗ്. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ജൂൾ ഹീറ്റിംഗ്. സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ജൂൾ ഹീറ്റിംഗ്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ജൂൾ നിയമം. ഇതാണ് ജൂൾ നിയമം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം. ആ ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് അത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ജൂൾ നിയമം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് എന്നിരിക്കും എന്തിനൊക്കെ അനുപാതമായിരിക്കും? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗ്ഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിനും നേരനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ജൂൾ നിയമം. ജൂൾ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജൂൾ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജൂൾ നിയമം അനുസരിച്ച് H=I²RT. ജൂൾ നിയമം അനുസരിച്ച് താപം I²RT. H=I²RT. A എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത, R എന്ന് പറയുന്നത് ചാലകത്തിന്റെ പ്രതിരോധം, T എന്ന് പറയുന്നത് സമയം. അത് മറ്റൊരു തരത്തിൽ നമുക്ക് H=VI/T എന്നാണ്. VI×T എന്ന് എഴുതാം, അല്ലെങ്കിൽ അത് V²T/R എന്ന് എഴുതാം. VIT അല്ലെങ്കിൽ H=V²T/R. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റപ്പാതയിലാക്കുന്നതിനാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റപ്പാതയിലൂടെ പൂർത്തിയാക്കുന്ന രീതിയാണ് ശ്രേണി രീതി. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധങ്ങളുടെ ആകെത്തുകയായിരിക്കും. ഈ പ്രതിരോധങ്ങളുടെ ആകെത്തുകയായിരിക്കും അതിൽ ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം. അപ്പോൾ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധങ്ങളുടെ ആകെത്തുകയായിരിക്കും. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കുറയുന്നു. സഫല പ്രതിരോധം കുറയുന്നത് എപ്പോഴാണ്? സമാന്തര രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ. അപ്പോൾ സമാന്തര രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ അതിലൂടെയുള്ള കറണ്ട് വ്യത്യാസവും പൊട്ടൻഷ്യൽ വ്യത്യാസവും ഒരുപോലെ ആയിരിക്കും. അപ്പം സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോഴാണ് അതിലൂടെയുള്ള കറണ്ട് വ്യത്യാസവും പൊട്ടൻഷ്യൽ വ്യത്യാസവും ഒരുപോലെ ആയിരിക്കുന്നത്.